ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ റയൽ മാഡ്രിഡ് യുവന്റസ് പോരാട്ടത്തിന്റെ 54 മിനിറ്റ്. ട്രെന്റ് അലക്സാണ്ടർ അർണോൾഡിന്റെ ബൂട്ടിൽ നിന്നെത്തിയ ക്രോസിനെ ബുള്ളറ്റ് വേഗത്തിൽ ഗോൺസാലോ ഗാർസിയ തലകൊണ്ട് വടകിലേക്ക് തിരിക്കുമ്പോൾ ഡഗൌട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു കിലിയൻ എംബാപ്പെ. അയാൾ ബെഞ്ചിൽ നിന്ന് ഇറങ്ങിയോടി. കോർണർ ഫ്ലാഗിനടുത്ത് എംബാപ്പെ ഗാർസിയെ ആലിംഗനം ചെയ്ത് നിൽക്കുന്ന ഈ ചിത്രം റയൽ ആരാധകരിപ്പോൾ ഹൃദയത്തിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഒടുവിൽ 68 മിനിറ്റിൽ സാബി അലോൺസോ ഗാർസിയെ പിൻവലിച്ചു. എംബാപ്പെ പകരക്കാരനായി ടച്ച് ലൈനരികിൽ നിൽപ്പുണ്ട്. ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിന്റെ സ്റ്റാൻഡിംഗ് ഒവേഷൻ ഏറ്റുവാങ്ങി ആ 21-കാരൻ എംബാപ്പയ്ക്ക് കൈകൊടുത്ത് കളം വിട്ടു. ക്ലബ് ലോകകപ്പിലെ ആദ്യ മത്സരങ്ങളിൽ റയൽ നിരയിൽ എംബാപ്പെ ഉണ്ടാകില്ലെന്ന വാർത്ത ആരാധകരെ സംബന്ധിച്ച് അത്രക്ക് സുഖമുള്ളതൊന്നുമായിരുന്നില്ല. റീപ്ലേസ്മെന്റ് ഓപ്ഷനുകൾ പലതും മുന്നിലുണ്ടായിരുന്നിട്ടും നമ്പർ 9 റോളിൽ സാബി ഒരു അക്കാദമി താരത്തെ എന്തുകൊണ്ട് പരിഗണിച്ചു? ഇതിന് കൃത്യമായ മറുപടി കൊണ്ട് സാബിയുടെ കയ്യിൽ. കോടികൾ വാരിയെറിഞ്ഞ് ഗലാറ്റിക്കോകളെ കൂടാരത്തിലെത്തിച്ച് നാളിതുവരെ റയൽ പണം ഉയർത്തിയ ഫുട്ബോൾ സാമ്രാജ്യത്തിൽ അക്കാദമി താരങ്ങൾക്ക് വലിയ പരിഗണനകൾ ലഭിക്കാറില്ല. ലാമാസിയ പ്രതിഭകളെ നിർമ്മിച്ചെടുക്കുമ്പോൾ ലാ ഫാബ്രിക്ക എന്തെടുക്കുകയാണ് എന്ന ചോദ്യം ഏറെക്കാലമായി ഫ്ലോറന്റീനോ പെരസ് നേരിടുന്നുണ്ട്. നാളുകൾക്ക് മുമ്പാണ് സാബി അലോൺസോ ടീമിന്റെ പരിശീലക ചുമതല ഏറ്റെടുത്തത്. ലോക ഫുട്ബോളിലെ വമ്പൻ പേരുകൾ അണിനിരക്കുന്ന ഒരു നക്ഷത്ര സംഘം തന്നെ അയാളുടെ കൈവെള്ളയിലുണ്ട്. എന്നാൽ അതിലൊതുങ്ങാൻ സാബി കൂട്ടാക്കിയില്ല. അക്കാദമി കൂടി അയാളുടെ പരിഗണനാ വിഷയമായിരുന്നു. ക്ലബ് ലോകകപ്പിൽ അൽ ഹിലാലിനെതിരായ ആദ്യ മത്സരത്തിൽ അലോൺസോ സ്റ്റാർട്ടിംഗ് 11 പ്രഖ്യാപിക്കുമ്പോൾ ഫ്രണ്ട് 3യിൽ ഗോൺസാലോ ഗാർസിയ എന്ന പേരും ഇടം പിടിച്ചു. ക്ലബ് ലോകകപ്പ് ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ആ പേര് അങ്ങനെ ഫുട്ബോൾ ലോകത്തിന്റെ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഫുട്ബോൾ സർക്കിളുകളിലെ ഹോട്ട് ടോപ്പിക്കുകളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു അത്. ക്ലബ് ലോകകപ്പിൽ റയൽ ഇതുവരെ നടത്തിയ കുതിപ്പുകളുടെയൊക്കെ ബാറ്റൺ ആ 21-കാരൻ്റെ കയ്യിലായിരുന്നു. 4 മത്സരങ്ങൾ, 3 ഗോളുകൾ, 1 അസിസ്റ്റ്. ഗാർസിയ ബ്രില്യൻസിൽ റയൽ ക്വാർട്ടറിലേക്ക് കുതിക്കുമ്പോൾ സാബിക്കതിൽ വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. സ്പാനിഷ് ഇതിഹാസം റൗളിനെ ഓർമ്മിപ്പിക്കുന്നതാണ് ഗ്രൗണ്ടിൽ അയാളുടെ സഞ്ചാരങ്ങൾ. ലോസ് ബ്ലാങ്കോസ് ജേഴ്സിയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി ഗോൺസാലോ ഗാർസിയ നടത്തുന്ന അതിശയ പ്രകടനങ്ങളെക്കുറിച്ച് മനസ്സുറക്കുകയായിരുന്നു സാബി. കസ്റ്റില്ലയെ ഏറെക്കാലമായി പിന്തുടരുന്ന തനിക്ക് ഗോൺസാലോയുടെ പ്രകടനത്തിൽ അത്ഭുതമൊന്നും തോന്നുന്നില്ല എന്നാണ് സാബി പറഞ്ഞത്. സാബി മാത്രമല്ല, ഫുട്ബോൾ പണ്ഡിറ്റുകൾ പലരും ഗാർസിയയെ റൗളുമായി താരതമ്യം ചെയ്യുന്നുണ്ട്. ഈ താരതമ്യത്തെക്കാൾ വലിയ അംഗീകാരമൊന്നും തനിക്ക് ലഭിക്കാനില്ലെന്നാണ് ഗാർസിയ ഇന്നലെ പ്രതികരിച്ചത്. കസ്റ്റില്ലയിൽ റൗളിന് കീഴിൽ കളിച്ച പരിചയമുണ്ട് അയാൾക്ക്. ഇപ്പോഴും അദ്ദേഹം ഓരോ കളിക്ക് ശേഷവും തനിക്ക് മെസ്സേജ് അയക്കാറുണ്ടെന്നാണ് ഗാർസിയ ഇന്നലെ പറഞ്ഞത്. അതേസമയം പോർച്ചുഗീസ് ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കടുത്ത ആരാധകനാണ് അയാൾ. 2014-ൽ 10 വയസ്സുള്ളപ്പോഴാണ് ഗോൺസാലോ റയലിന്റെ യൂത്ത് അക്കാദമിയായ ലാ ഫാബ്രിക്കയിലെത്തുന്നത്. 4 വർഷക്കാലം റയലിന്റെ യൂത്ത് സിസ്റ്റത്തിൽ കളിപഠിച്ച താരം 2018-ൽ മയോർക്കയുടെ യൂത്ത് ടീമിനൊപ്പം ചേർന്നു. 2019-ൽ വീണ്ടും ലോസ് ബ്ലാങ്കോസ് ജേഴ്സിയിൽ തിരിച്ചെത്തിയ ഗാർസിക്ക് 2023-ലാണ് സീനിയർ ടീമിലേക്കുള്ള ആദ്യ വിളിയെത്തുന്നത്. ലാലിഗയിൽ കാഡിസിനെതിരായ മത്സരത്തിൽ കാർലോ ആഞ്ചലോട്ടി ആദ്യമായി അയാളെ കളത്തിലിറക്കി. ഈ വർഷം ഫെബ്രുവരിയിൽ ലഗാനസിനെതിരെ റയൽ വിജയം കുറിച്ചത് ഗാർസിയുടെ ഇഞ്ചുറി ടൈം ബ്രില്യൻസ് കൊണ്ടാണ്. 93-ാം മിനിറ്റിൽ വലകുലുക്കിയാണ് 21-കാരൻ ലോസ് ബ്ലാങ്കോസിന് ആവേശ ജയം സമ്മാനിച്ചത്. വേഴ്സറ്റിലിറ്റിയാണ് ഗോൺസാലോയിലെ പ്രതിഭയെ വേറിട്ട് നിർത്തുന്നത്. മുന്നേറ്റത്തിൽ ഏത് പൊസിഷനിലും കളിക്കാനാകുമെന്ന് അയാൾ പലകുറി തെളിയിച്ചു കഴിഞ്ഞതാണ്. സാബി അലോൺസോ നേരത്തെ തന്നെ ഇത് മനസ്സിലാക്കി. ക്ലബ് ലോകകപ്പിൽ മെക്സിക്കൻ ക്ലബ് പച്ചൂക്കെതിരായ മത്സരത്തിൽ നമ്പർ 9 റോളിലാണ് ഗോൺസാലോ സ്റ്റാർട്ട് ചെയ്തത്. എന്നാൽ അസൻസിയോ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായതോടെ അയാൾ ലെഫ്റ്റ് ഫ്ലാങ്കിലേക്ക് മാറുന്നത് നമ്മൾ കണ്ടു. ആ മത്സരത്തിലും ഒരു അസിസ്റ്റുമായി ടീമിന്റെ ജയത്തിലെ നിർണായക സാന്നിധ്യമായി താരം. സ്പാനിഷ് അണ്ടർ 17 ടീം കോച്ച് ഹെർനാൻ പെരസ് ഗാർസിയെക്കുറിച്ച് അടുത്തിടെ പറഞ്ഞത് മികച്ചൊരു പരിശീലകന്റെ കയ്യിൽ കിട്ടിയാൽ 1 പതിറ്റാണ്ട് കാലം റയലിന്റെ മുന്നേറ്റ നിരയിലെ നിർണായക സാന്നിധ്യമാകാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഗാർസിക്ക് എന്നാണ്. എർലിംഗ് ഹാലൻഡിനോടും ഹൊസേലുവിനോടും റൗളിനോടുമൊക്കെ പെരസ് ഗാർസിയെ താരതമ്യം ചെയ്യുന്നുണ്ട്. ക്ലബ് ലോകകപ്പിന് തൊട്ട് മുമ്പ് വരെ റയൽ വിടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഗാർസിയ. കൂടുതൽ പ്ലേയിങ് ടൈം ലഭിക്കാനായി മറ്റൊരിടത്തേക്ക് ചേക്കേറാനായിരുന്ന അയാളെ സാബിയിനി വിട്ടുകളയാൻ ഇടയില്ല. സമ്മറിൽ മറ്റൊരു സ്ട്രൈക്കറെ ടീമിലെത്തിക്കുന്നതിനെ കുറിച്ച് ആലോചനകൾ റയൽ നടത്തുന്നു എന്ന റിപ്പോർട്ട് അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ കൈവെള്ളയിൽ ഒരു പ്രതിഭയുണ്ടായിരിക്കെ മറ്റൊരാളെ തിരഞ്ഞ് റയൽ പോകില്ലെന്ന വിശ്വാസത്തിലാണ് ആരാധകർ. ഇന്നലെ യുവന്റസിനെതിരായ മത്സരത്തിന് ശേഷം മുൻ റയൽ താരം ഹൊസേലു പറഞ്ഞു വച്ചത് ഇങ്ങനെയാണ്: ദ സെർച്ച് ഫോർ എ നമ്പർ 9 ഷുഡ് സ്റ്റോപ്പ്. We have found an incredible profile.